ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പെസഹ കാലത്തിലെ 4-ാം ഞായർ. പരമ്പരാഗതമായി ഈ ഞായറാഴ്ചയെ വിളിക്കുന്നത് നല്ല ഇടയൻ ഞായർ എന്നാണ്. കാരണം എ വർഷത്തിലായാലും ബി വർഷത്തിലായാലും സി വർഷത്തിലായാലും നമ്മൾ ഇന്ന് വായിച്ച് കേൾക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. ഈ എ വർഷത്തിൽ അതിലെ 1-ാം ഭാഗവും ബി വർഷത്തിൽ അതിൻ്റെ മധ്യഭാഗവും സി വർഷത്തിൽ നമ്മുടെ അവസാന ഭാഗവുമാണ് നമ്മൾ വായിച്ച് കേൾക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തെ നല്ല ഇടയൻ്റെ അധ്യായം എന്നാണ് പറയുക. അവിടെയാണ് ഈശോനാഥൻ തന്നെ നല്ല ഇടയനായിട്ട് അവതരിപ്പിക്കുക. ഉദ്ധിതനായ ഈശോയുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ വെളിവാക്കാനായിട്ട് ബൈബിൾ പ്രത്യേകമായിട്ട് വെളിപ്പെടുത്തുന്ന പ്രതീകമാണ് ഇടയ സങ്കല്പം. ഇടയൻ ഈശോ, ഉദ്ധിതനായ ഈശോ നമ്മുടെ ഇടയനാണ്. നമ്മൾ അവിടുത്തെ അജഗണമാണ്. നമ്മൾ ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോഴേക്കും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ബൈബിളിലേക്ക് തന്നെ നോക്കുമ്പോഴുണ്ടല്ലോ, ദൈവം തന്നെ അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രതീകം ഈ ഇടയൻ്റെ പ്രതീകമാണ്. നമ്മൾ പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ 34-ാമത്തെ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 34-ാമത്തെ അധ്യായത്തിൽ ദൈവം തന്നെ നല്ല ഇടയനായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതേപോലെ നല്ല ഇടയനെ വാഗ്ദാനം ചെയ്യുന്നുമുണ്ട്. ആ നല്ല ഇടയനാണ് ഈശോ എന്ന സുവിശേഷത്തിൽ ഈശോ വെളിവാക്കുന്നുണ്ട്. നമ്മൾ പഴയ നിയമത്തിലേക്ക് തന്നെ നോക്കുമ്പോഴേക്കും അവിടെ നമ്മൾ കാണുന്നത് 23-ാം സങ്കീർത്തനം. പല സങ്കീർത്തനമുണ്ട്, പ്രത്യേകിച്ച് 23-ാം സങ്കീർത്തനം എല്ലാവർക്കും പ്രിയപ്പെട്ട സങ്കീർത്തനമാണ്. കർത്താവെൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന വാക്കുകളിലൂടെയാണ് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ഈ സങ്കീർത്തകൻ അവതരിപ്പിക്കുന്നത്. നിരന്തരം നമ്മൾ ആ സങ്കീർത്തനം പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ ദൈവം നല്ല ഇടയനായി അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുവെന്നും അവിടുന്ന് എങ്ങനെ നമ്മളെ സംരക്ഷിക്കുന്നുവെന്നും പരിപാലിക്കുന്നുവെന്നും ആശ്വസിപ്പിക്കുന്നുവെന്നും സുഖപ്പെടുത്തുന്നുവെന്നും വഴി നടത്തുന്നുവെന്നുമെല്ലാം വെളിവാകും. അപ്പം മാത്രമല്ല, നമ്മൾ പഴയ നിയമത്തിലേക്ക് തന്നെ നോക്കുമ്പോൾ ദൈവം തൻ്റെ ജനത്തെ, ദൈവജനത്തെ നയിക്കാൻ വേണ്ടി, രൂപപ്പെടുത്താനും നയിക്കാനും വേണ്ടി നിയോഗിച്ച വ്യക്തികൾ ഓരോരുത്തരും ഒരു വിധത്തിൽ ഇടയന്മാരായിരുന്നു. ഉദാഹരണമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അബ്രഹാം ഒരു ഇടയനായിരുന്നു, മോശ ഒരു ഇടയനായിരുന്നു, ദാവീദ് ഒരു ഇടയനായിരുന്നു. ആ രീതിയിൽ നമ്മൾ ഒരു വിധത്തിൽ ദൈവത്തിൻ്റെ സങ്കല്പം, അതായത് ദൈവജനത്തെ നയിക്കാനുള്ളവർ ഇടയന്മാരായിരിക്കണം എന്ന് അവിടെ വെളിവാക്കുക. അപ്പോൾ ഓരോ ഇടയനും ആരാണ്? ഇടയൻ എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ ആടിനെ നന്നായിട്ട് അറിയുന്നവനാണ് യഥാർത്ഥ ഇടയൻ. അവിടുമായിട്ടൊരു വ്യക്തി ബന്ധമാണ്. പേര് ചൊല്ലി വിളിക്കുന്ന രീതിയിൽ നമ്മൾ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് അറിയുന്ന, വെറുതെ വെറും ഒരു പറച്ചിലല്ല. അതായത് ഒരു വിധത്തിൽ വൈകാരികമായും വ്യക്തിപരമായിട്ടുള്ള ഒരു വ്യക്തി ബന്ധമാണ്. ആ ആടിന് വേണ്ടി ഇടയൻ തൻ്റെ ജീവനെ പോലും അർപ്പിക്കുക. ഞാൻ മരിച്ചാലേ നിൻ്റെ ദേഹത്ത് ആർക്കെങ്കിലും തൊടാൻ പറ്റത്തുള്ളൂ. നമുക്ക് ജീവൻ തരാൻ വേണ്ടി തന്നെ ജീവനെ അർപ്പിക്കുന്ന ആ നല്ല ഇടയനാണ് നമ്മുടെ ദൈവം എന്ന് അവിടെ പറയുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കുമ്പോഴേക്കും ഉണ്ടല്ലോ, ഇന്നത്തെ ഈ ബൈബിൾ ഭാഗങ്ങളിൽ നോക്കുമ്പോൾ ഈശോ തൻ്റെ ഈ ശിഷ്യന്മാരെ നിയമിക്കുന്നതും ഒരു വിധത്തിൽ ഇടയന്മാരായിട്ടാണ്. എൻ്റെ ആടുകളെ മേയ്ക്കുക. പത്രോസിനെ കർത്താവ് പ്രത്യേകമായിട്ട് വിളിച്ച് നിയോഗിക്കുന്നതുമ്പോൾ പറയുന്നത് എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ പെണ്ണാടുകളെ മേയ്ക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, ആ രീതിയിലാണ്. അപ്പോൾ ഒരു വലിയ ഇടയസങ്കല്പമാണ്. എന്നിട്ട് ഈശോയെ തന്നെയും പത്രോസ് അപ്പോസ്തലൻ അവതരിപ്പിക്കുന്നതും നല്ല ഇടയനായിട്ടാണ്. നല്ല ഇടയൻ ഈശോ, നമ്മളെ സ്നേഹിക്കുന്ന നല്ല ഇടയൻ, നമ്മളെ കരുതുന്ന നല്ല ഇടയൻ, നമുക്ക് ആപത്തൊന്നും വരാതെ നമ്മളെ സംരക്ഷിക്കുന്ന നമ്മുടെ ഇടയൻ,
നമ്മുടെ ഭാവിയിൽ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് അറിഞ്ഞ് നമുക്ക് വേണ്ട രീതിയിലെല്ലാം നമ്മളെ പരിപാലിക്കുന്ന നല്ല ഇടയൻ, നമുക്ക് യഥാർത്ഥമായ വഴി കാണിച്ചു തരുന്ന നല്ല ഇടയൻ, ആ രീതിയിലാണ് പ്രിയപ്പെട്ടവരെ ഈശോയെ അവിടെ വെളിപ്പെടുത്തുക. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഈ നല്ല ഇടയൻ്റെ ഞായർ നമ്മൾ കൊണ്ടാടുമ്പോൾ നമ്മൾ ആ ഇടയൻ്റെ നല്ല അജഗണമാണോ എന്നൊന്ന് ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ്. നല്ല അജഗണം എന്ന് പറഞ്ഞാൽ ഇടയൻ്റെ സ്വരം തിരിച്ചറിയുന്ന ആട്, ഇടയൻ്റെ സ്വരം തിരിച്ചറിയുന്നു. ആ ഇടയൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് ആ ഇടയൻ നയിക്കുന്ന പാതയിലൂടെ മുന്നേറുന്നു, ആ ഇടയനെ അനുകരിക്കുന്നു, ആ ഇടയനെ അനുഗമിക്കുന്നു. ഈ ഇടയൻ ഒരു ഈ ലോകത്തിലെ ഈ അധികാരിയെപ്പോഴും മേലധികാരം ചെലുത്തുന്ന ആളല്ല, ആടുകളെയൊക്കെ ഇങ്ങനെ തള്ളിവിടുന്ന ആളല്ല, ആടുകളെയൊക്കെ ശാന്തതയോടെ നയിക്കുക. ആരെങ്കിലും വഴിതെറ്റിപ്പോയാൽ അതിനെ കണ്ടെത്തി തിരിച്ചു വരിക. എന്നിട്ട് ആടുകളെ അവിടെ വിട്ടിട്ട് നേരെ ഒരു ആട് പോലും നഷ്ടപ്പെടാനായിട്ട് ഈ ഇടയൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് 99നെയും വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയതിനെ തേടി അലഞ്ഞ് അതിനെ തോളിലേറ്റി വരുന്ന ഇടയൻ്റെ സങ്കല്പം നമ്മൾ ബൈബിളിൽ കാണുക. നമ്മൾ ഓരോരുത്തരെയും കരുതുന്ന, നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിക്കുന്ന ആ കർത്താവിൻ്റെ സ്നേഹം പ്രിയപ്പെട്ടവരെ നിരന്തരം നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റണം. ആ ഇടയനുണ്ടല്ലോ, ശാന്തതയോടെ നമ്മളെ നയിക്കുന്ന ആളാണ്, വെപ്രാളപ്പെടത്തില്ല. കാരണം മരണത്തെപ്പോലും ജയിച്ചുത്ഥിതനായി ഇന്നും ജീവിക്കുന്നവനാ നമ്മുടെ ആ ഇടയൻ. ഉത്ഥിതനായ ഈശോയാ. ആ ഉത്ഥിതനായ ഈശോയുടെ സാന്നിധ്യം, ആ ഉത്ഥിതനായ ഈശോയുടെ സ്നേഹം, ആ ഉത്ഥിതനായ ഈശോയുടെ ശബ്ദം, ആ ഉത്ഥിതനായ ഈശോയുടെ സ്പർശനം, ആ ഉത്ഥിതനായ ഈശോയുടെ കരുതൽ, പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മളെ രക്ഷയുടെ പാതയിലൂടെ മുന്നോട്ട് നയിക്കുക. ഈ ലോകത്തിൽ ഒത്തിരി സ്വരങ്ങൾ നമ്മളെ ക്ഷണിക്കാറുണ്ട്. പക്ഷെ യഥാർത്ഥ സ്വരം, രക്ഷയിലേക്ക് നയിക്കുന്ന യഥാർത്ഥ സ്വരം പ്രിയപ്പെട്ടവരെ, അത് കർത്താവിൻ്റെ സ്വരമാണ്. ആ സ്വരം തിരിച്ചറിഞ്ഞ് ആ സ്വരമനുസരിച്ച് വേണം നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിക്കാനായിട്ട്. അതേപോലെ തന്നെ ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ വാതിലായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. പലരും നമുക്കായിട്ട് വാതിലുകൾ തുറന്നു തരാറുണ്ട്. പ്രിയപ്പെട്ടവരെ, കാണുന്ന വാതിലൂടെ എല്ലാം പ്രവേശിക്കാൻ പോകല്ലേ. എന്നെ ഈ വാതിൽ രക്ഷയിലേക്ക് നയിക്കുന്ന വാതിലാണോ, നന്മയിലേക്ക് നയിക്കുന്ന വാതിലാണോ എന്ന രീതിയിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ആത്മശോധന ചെയ്യാനായിട്ട് പറ്റണം. എന്ന രീതിയിൽ ശ്രദ്ധയോടെ വേണം നമ്മൾ വാതിൽ പോലും തിരഞ്ഞെടുക്കാൻ. അപ്പം വാതിൽ, ശബ്ദം. എന്നിട്ട് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയാണ്, പ്രിയപ്പെട്ടവരെ, ഈ 10-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ കേന്ദ്ര വാക്യമാണത്. അവിടെ എന്താ പറയുന്നത്? കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും നശിപ്പിക്കാനും കൊല്ലാനുമാണ്. ഞാൻ വരുന്നതോ നിങ്ങൾക്ക് ജീവനുണ്ടാകണം, അത് സമൃദ്ധമായി ഉണ്ടാകണം. അതിനു വേണ്ടിയാണ്, നമുക്ക് സമൃദ്ധമായ ജീവൻ തരാൻ വേണ്ടി തൻ്റെ ജീവനെപ്പോലും അർപ്പിച്ച് പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂടെയായിരുന്നു നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ആ നല്ല ഇടയനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ആ നല്ല ഇടയന് നമുക്ക് നന്ദി പറയാം. അതേപോലെ നമ്മുടെയും ജീവിതത്തിൽ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അവരുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് നല്ല ഇടയനെ അനുകരിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കാനും കരുതാനും സംരക്ഷിക്കാനും വഴി നിർത്താനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ കുടുംബത്തിലെ കുടുംബനാഥനും കുടുംബനാഥയും മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ, ഓരോ നേതാവും സമൂഹത്തിലുള്ള ഓരോരുത്തരുമായിട്ടുള്ള ബന്ധത്തിൽ പ്രിയപ്പെട്ടവരെ, ഓരോ കൂട്ടായ്മയിലും നമ്മൾ എവിടെയൊക്കെ നേതൃത്വം വഹിക്കുന്നോ അവിടെയൊക്കെ നമുക്ക് നല്ല ഇടയന്മാരായി പ്രശോഭിക്കാം. അതിന് കർത്താവ് നമുക്കെപ്പോഴും മാതൃകയാകട്ടെ. അവിടുന്ന് എപ്പോഴും നമുക്ക് പ്രചോദനമേകട്ടെ. അവിടുന്ന് തൻ്റെ ശക്തിയാലും കൃപയാലും നമ്മെ നിറയ്ക്കട്ടെ. അവിടുത്തെ
പ്രബോധനമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ നല്ല ഇടയൻ്റെ ദിനത്തിൽ കർത്താവ് തന്നെ നല്ല ഇടയനായി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭൂതിയുമാകട്ടെ. ആ ഇടയൻ്റെ അജഗണമായി ജീവിക്കുവാൻ നിങ്ങളെ എന്നും പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.